ജീവിതത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഷോ കണ്ടിട്ടുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ലൂസിഫർ ആയിരുന്നു. ലൂസിഫർ സിനിമ കാണുന്നതിന് പ്രധാന കാരണം പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ള പേരായിരുന്നു. ഇന്നിപ്പോൾ രണ്ടാമതായിട്ട് അതുപോലെ ഒരു സിനിമ കണ്ടു. ഫസ്റ്റ് ഷോ 6 മണിക്കത്തെ ഷോ തന്നെ എമ്പുരാൻ കണ്ടു. ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മലയാള സിനിമയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു സിനിമ സംഭവിച്ച ദിവസമാണ് മാർച്ച് 27, 2025 എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ 4:30 എണീറ്റ് ദീർഘദൂരം വണ്ടി ഓടിച്ച് പോയി. കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പുറത്ത് ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച് പോയി അവിടെ പോയി കുറച്ച് ദൂരെയൊക്കെ പോയിട്ടാണ് സിനിമ കാണുന്നത്. സോ അത്തരത്തിൽ നമ്മളെടുത്തിട്ടുള്ള എഫേർട്ടുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം തന്നെയും കൃത്യമായ അളവിൽ നമുക്കൊരു പ്രതിഫലം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുക എന്നൊക്കെ പറയാം. അത്തരത്തിലൊരു ട്രീറ്റാണ് എമ്പുരാൻ തിയേറ്ററിൽ പോയിട്ട് കാണുന്നവർക്ക് നൽകുന്നത്. ഈ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഷോയുടെ ഒരു പ്രത്യേകത പ്രധാനമായിട്ടും ഇതിലെ കഥാപാത്രങ്ങളുടെയൊക്കെ തന്നെയും ആരാധകർ വൃന്ദം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തിയേറ്ററുകളായിരിക്കും. ഓരോ എൻട്രിക്കും ഓരോ ഡയലോഗിനും കയ്യടികളും ആർപ്പുവിളികളും കൂക്കുവിളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് കത്തുന്ന ചില അവസ്ഥയുണ്ട്. ആ ഒരു സാധനം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഷോയോ അല്ലെങ്കിൽ രണ്ടാമത്തേതെങ്കിലും ഒരു ഷോയൊക്കെ കാണുമ്പോഴേ ഇതൊക്കെ കിട്ടുള്ളൂ. കാരണം കുറച്ച് കഴിയുമ്പോൾ ഈ ആർപ്പും മരവും ഒക്കെ ഒഴിയും തിയേറ്ററിൽ നിന്ന്. അത് എത്ര നല്ല സിനിമയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. എപ്പോഴും നമ്മൾ ഈ ഫാൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡൈഹാർഡായിട്ടുള്ള ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണുന്നതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് വേറെ ഒന്ന് തന്നെയാണ്. ആദ്യത്തെ ഷോ കണ്ടതിന് ശേഷം സാങ്കേതിക വശങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഡ്രോബാക്സുകളിലേക്കോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ കിടക്കുന്നില്ല. സിനിമ ഡെഫിനറ്റ്ലി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും മികച്ചൊരു ദൃശ്യാനുഭവമാണ് പൃഥ്വിരാജും സുജിത് വാസുദേവും ഒക്കെ കൂടെ ചേർന്ന് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. പിന്നെ ഫാൻ ബോയ് ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വേണ്ടത് രോമമെണീറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ നൽകുന്ന സീനുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും മലയാളത്തിൻ്റെ മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമകളിൽ അത്തരം സീനുകൾ ഉണ്ടാവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു ട്രീറ്റൊന്നും ഒരു പ്രേക്ഷകനും തിയേറ്ററിൽ നിന്ന് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഏകദേശം ഒരു 4-5 സീൻ അത്തരത്തിലുള്ളതുണ്ട് എന്നുള്ളതാണ്. അത് മോഹൻലാലിന് മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനാണെങ്കിലും മഞ്ജു വാര്യർ ചെയ്തിട്ടുള്ള റോളിനാണെങ്കിൽ പോലും നമുക്ക് കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ച് രോമമെണീറ്റ് നിൽക്കുന്ന ചില സീനുകൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കയ്യടിയുടെയും ആർപ്പുവിളികളുടെയൊക്കെ ബഹളമാണ് തിയേറ്ററിലുടനീളം കാണാനായിട്ട് സാധിക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ആ സ്കോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പക്ഷേ ഈ ലൂസിഫർ സിനിമയുടെ സ്വഭാവം അനുസരിച്ച് ദീപക് ദേവ് ഒരുക്കിയിട്ടുള്ള പശ്ചാത്തല സംഗീതം ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു സംഗതിയുണ്ട്. കാരണം ഒരു അഡ്രിനാലിൻ റഷ് തരാത്ത രീതിയിലാണ് ദീപക് ദേവ് സംഗീത സംവിധാനം ചെയ്തത് എന്ന തലത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ആ പറയുന്ന വിമർശനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ദീപക് ദേവ് ഈ സിനിമയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. നമുക്ക് ആ സിനിമ ഇമോഷണലി കണക്റ്റ് ആവുന്നത് അതിപ്പോൾ നമുക്ക് സങ്കടം വരേണ്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് കണ്ണ് നിറയേണ്ട സ്ഥലങ്ങളിൽ എങ്ങനെയാണോ ഒരു മ്യൂസിക് പ്ലേസ് ചെയ്ത് വെക്കേണ്ടത് അത് അത്രയും കൃത്യവും വ്യക്തവുമായിട്ട് ദീപക് ദേവ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ യാതൊരു തരവുമില്ല. ആക്ച്വലി ദീപക് ദേവ് ഒരു അണ്ടർറേറ്റഡ് സംഗീത സംവിധായകനാണ് എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയെ ലിഫ്റ്റ് ചെയ്ത് നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ സിനിമയിൽ സോങ്ങുകളും അതുപോലെ തന്നെ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ തന്നെയാണ്. പിന്നെ പൃഥ്വിരാജ് ലൂസിഫറിൽ തന്നെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരിതാണ് സിനിമയിലെ പാട്ടുകൾ പ്ലേസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കണ്ടുപിടിച്ച ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ തന്നെയും പ്രണയരംഗങ്ങളിലും അല്ലെങ്കിൽ അത്തരം സെൻറ്റി സീനുകളിലൊക്കെയാണ് പാട്ടുകൾ പ്ലേസ് ചെയ്തതെങ്കിൽ ഈ സിനിമയിൽ 2 സ്ഥലങ്ങളിൽ, അതായത് ലൂസിഫറിൽ പരീക്ഷിച്ച് വിജയിച്ച ഫൈറ്റ് സീക്വൻസുകൾക്കിടയിൽ പാട്ട് പ്ലേസ് ചെയ്ത് വയ്ക്കുന്ന സെയിം മെത്തേഡ് തന്നെ ഈ പറയുന്ന എമ്പുരാനിൽ 2 ഇടങ്ങളിലാണ് വെച്ചിട്ടുള്ളത്. അത് രണ്ടും വളരെ കൃത്യമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ കൃത്യമായിട്ട് കണക്റ്റ് ആവും എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ ലാഗിനെ കുറിച്ചാണ്. ലാഗ് എന്ന് പറയുന്ന സാധനം സിനിമയിലില്ല. ഏകദേശം 3 മണിക്കൂറിന് വളരെ സെക്കൻഡുകൾ കുറച്ച് മാത്രമാണ് ബാക്കിയുള്ളത്. 3 മണിക്കൂർ സിനിമ ഉണ്ടെന്ന് തന്നെ പറയാം. 1.5 മണിക്കൂറിൻ്റെ 2 പാർട്ടായിട്ടാണ് സിനിമ കാണിക്കുന്നത്. ഈ ഒരു 3 മണിക്കൂർ സമയം ഒരു ലാഗും ഇല്ലാതെ, അതല്ലെങ്കിൽ ഈ സീൻ വലിച്ചു നീട്ടിയല്ലോ എന്ന തോന്നലില്ലാതെ നമുക്ക് എമ്പുരാൻ കണ്ടിരിക്കാമെന്നുള്ളതാണ്. ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ച KGF പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിനിമ പോലെ ഇപ്പോൾ കുറച്ചായിട്ട് ഇറങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ ഒരു സ്റ്റൈലിലുള്ളൊരു അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥയോ തിരക്കഥയോ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എന്നിട്ടും 3 മണിക്കൂർ
നമ്മൾ കാഴ്ചക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പൃഥ്വിരാജ് ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ അതിനുശേഷം അത് എടുത്തു വെച്ചതിന് ശേഷം എഡിറ്റ് ചെയ്ത വ്യക്തി ആരായാലും അത് അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ 3 മണിക്കൂറിൽ ഒരു സ്ഥലത്ത് പോലും ഒരു ലാഗ് ഉണ്ടെന്നോ ഈ സിനിമ കുറച്ച് ദൈർഘ്യം കൂടിപ്പോയെന്നോ നമുക്ക് തോന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് സിനിമ തീരാനാവുന്ന സമയത്ത് ഇത് തീരാനായോ, ഇത് ഇത്ര പെട്ടെന്ന് തീർന്നോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ ഓൾറെഡി പ്രെഡിക്റ്റഡ് അല്ല, ഓൾറെഡി സംവിധായകനാണെങ്കിലും തിരക്കഥാകൃത്താണെങ്കിലും പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഒരു സാൻഡ്വിച്ചിൻ്റെ നടുക്കഷ്ണമാണ്, അല്ലെങ്കിൽ ഒരു ബർഗറിൻ്റെ നടുക്കഷ്ണമാണ് ശരിക്കും എമ്പുരാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അവസാനത്തെ പീസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിലേക്കുള്ള എല്ലാ ലീഡുകളും ഇട്ടിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. പ്രധാന വില്ലൻ, അതല്ലെങ്കിൽ ഈ സിനിമ ഇനി നടക്കാൻ പോകുന്ന പ്ലോട്ട് ഏതാണ്, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെയും കൃത്യമായിട്ടൊരു ലീഡ് ഇട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ന്യൂസ് കട്ടിങ്സ് അത്തരം കാര്യങ്ങളൊക്കെ അവസാനം എൻ ടൈറ്റിലിൻ്റെ സമയത്ത് കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. സോ നിങ്ങളൊരു മോഹൻലാൽ ഫാനാണോ എന്നുള്ളതല്ല, ഒരു സിനിമ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി തന്നെ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റേ നമ്മുടെ പൊന്മാൻ സിനിമയിൽ ബേസിൽ ജോസഫ് പറയുന്നത് പോലെ ആംബിയൻസ് ആരും കൊണ്ടുതരില്ലല്ലോ വീട്ടിലിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ. സോ ഒരു 6 ഇഞ്ചിൻ്റെ മൊബൈൽ സ്ക്രീനിലിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ല എമ്പുരാൻ എന്ന് പറയുന്നത്. കാരണം വിഷ്വലി ആണെങ്കിലും അതല്ലെങ്കിൽ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലൊക്കേഷനുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയും അതിഗംഭീരമായിട്ടുള്ള മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു ചെറിയ റിവ്യൂ ആണ്, ഡീറ്റെയിൽഡ് റിവ്യൂ വൈകാതെ വരുന്നതായിരിക്കും. താങ്ക് യു.